ഞെട്ടിക്കുന്നൊരു വാർത്തയുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ ബ്രെയിൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധനകാര്യ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിൻ്റെ കൊച്ചിയിലെ റീജിയണൽ ഓഫീസിൽ പച്ചവെളിച്ചം അറിയാമല്ലോ, പോലീസിലെ സുഡാപ്പി കൂട്ടായ്മയാണ്, പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ ജിഹാദികളുടെ കൂട്ടായ്മയാണ് പച്ചവെളിച്ചം എന്ന് പറയുന്നത്. ആ പച്ചവെളിച്ചം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി റീജിയണൽ ഓഫീസിലുണ്ടോ എന്നൊരു സംശയം. കാരണം വനിതാ ദിനം കൊച്ചി റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിൽ സംഘടിപ്പിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ മുഖ്യ അതിഥിയായോ ക്ഷണിച്ചത് KK ഷാഹിന എന്ന് പറയുന്ന വിവാദ മാധ്യമ പ്രവർത്തകയാണ്. KK ഷാഹിന NIA കേസിൽ മദനിയോടൊപ്പം കൂട്ടുപ്രതിയാണ്, UAPA കേസിൽ പ്രതിയാണ്, വിചാരണ ബാംഗ്ലൂരിൽ നേരിടുകയാണ്. അങ്ങനെ UAPA കേസിൽ പ്രതിയായ ഒരു വനിതയെ, ഭീകരബന്ധമുള്ള കേസാണല്ലോ UAPA, ആ കേസിലെ പ്രതിയെ വിളിച്ചിട്ട് വനിതാ ദിനാഘോഷം സംഘടിപ്പിക്കുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി റീജിയണൽ ഓഫീസ്. അത് ഷാഹിന തന്നെയാണ് ഈ ചിത്രങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നത്. അവിടെ നിലവിളക്ക് കൊടുത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഷാഹിനയാണല്ലോ, അതുകൊണ്ട് കേക്ക് മുറിച്ചാണ് അത്ര ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ വല്ലാത്തൊരു ആശങ്കയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു UAPA കേസിലെ പ്രതി, വിചാരണ നേടുന്ന ആളെ വനിതാ ദിനാഘോഷത്തിന് വിളിക്കുന്നു. ഇനിയിപ്പോൾ ഒരു പുരുഷ ദിനാഘോഷം ഉണ്ടെങ്കിൽ മിക്കവാറും ഈ കേസിലെ സഹപ്രതിയായ അബ്ദുൽ നാസർ മദനിയെ തന്നെ റിസർവ് ബാങ്കുകാർ വിളിക്കുമായിരിക്കും. ഞാൻ വേറൊരു സജഷൻ പറയാം, ഉമ്മർ ഖാലിദിനെ വിളിക്കുക അടുത്ത പുരുഷ ദിനാഘോഷത്തിന് റിസർവ് ബാങ്ക്. അതെ, അല്ല കുറഞ്ഞ പക്ഷം ഇപ്പോൾ മദനി കൊച്ചിയിലുണ്ട്, അപ്പോൾ റീജിയണൽ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ ഒരു ആംബുലൻസ് അയക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്തൊരു മ്ലേച്ഛമാണ്, എന്തൊരു രാജ്യവിരുദ്ധതയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി റീജിയണൽ ഓഫീസിൽ ഇരിക്കുന്നത് ജിഹാദികളാണ്. എൻ്റെ സംശയം അതാണ്. സംശയമില്ല, അത് ജിഹാദി ബന്ധമുള്ളവരല്ലാതെ ഷാഹിനയെ, ഒന്നാമത് ഷാഹിന ഏഷ്യനെറ്റിലുള്ള കാലം മുതൽ എനിക്കറിയാം, വലിയ അടുപ്പമൊന്നും. അവർ റിപ്പോർട്ടർ ആയിരിക്കുന്ന സമയത്താണ് ഞാനും കൊച്ചിയിൽ റിപ്പോർട്ടറായിട്ട് പത്രത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഔട്ട്ലുക്കിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് കൂടുതലും ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ, അതായത് ഈ മാനുഫാക്ചേർഡ് റിപ്പോർട്ട്സ് എന്ന് പറയില്ലേ, മാനുഫാക്ചറിങ് ജേർണലിസം എന്നൊക്കെ പറയുന്നത്, ഈ നിർമ്മിക്കുക, വാർത്തകൾ ഉണ്ടാക്കുക, വാർത്തകൾ വളച്ചൊടിക്കുക. അങ്ങനെ ഒരു മാനുഫാക്ചറിങ് ജേർണലിസം എന്ന് പറഞ്ഞ വിദ്യ അവർ സ്വായത്തമാക്കിയത് ആ കാലത്തൊക്കെയാണ്. അങ്ങനത്തെ ഗാങ്ങുകളും ഒക്കെ ആയിട്ട് ചേർന്നൊക്കെ. അപ്പോൾ കർണാടകയിൽ വെച്ചിട്ട് ആണ് ഈ പോലീസിനെതിരെയൊക്കെ ഇല്ലാ കഥകളൊക്കെ മെനഞ്ഞു എന്നുള്ള പ്രശ്നത്തിലൊക്കെ UAPA കേസിലൊക്കെ പെടുന്നത്. മദനിയുടെ കേസിലും ഉണ്ട്. അല്ല, പോലീസിനെ പറ്റി ഒരുപാട് ചീത്ത എഴുതുന്നുണ്ടായിരുന്നു ആ കാലത്ത്. ഇവരുടെ പരിപാടി ബലാത്സംഗമാണെന്നൊക്കെയുള്ള മട്ടിലൊക്കെ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഷാഹിന പോട്ടെ, ഷാഹിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. എനിക്കറിയേണ്ടത് ഷാഹിനയുടെ കേസുകൾ വിചാരണ ഘട്ടത്തിലിരിക്കുകയാണ്, അത് ഷാഹിനയ്ക്ക് വിടാം. പക്ഷേ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള ഏറ്റവും നിർണായകമായ സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിലൊരു ഭീകരബന്ധമുള്ള കേസിലെ പ്രതിയെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കാൻ എങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി റീജിയണൽ ഓഫീസിലെ അധികൃതർക്ക് ധൈര്യം വന്നു? അങ്ങനെ ചെയ്തവർ ഇപ്പോഴും എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു? ഒരു കാരണവശാലും അവിടെ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ KK ഷാഹിനയേക്കാൾ അറിയപ്പെടുന്ന ആളാണല്ലോ അരുന്ധതി റോയ്. അരുന്ധതി റോയിയെ വിളിച്ചാലും അനുകൂലിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അരുന്ധതി റോയ്ക്കെതിരെയും ഇത്തരം കേസുകളുണ്ട്. കാരണം അവർ കശ്മീർ തീവ്രവാദികളെ അനുകൂലിക്കുന്ന ഏതാണ്ട് അതുപോലത്തെ തന്നെ ഒരു ജേർണലിസം നടത്തുന്ന ആൾ തന്നെയാണ് ഷാഹിന. ഇത്തരം ആളുകൾ ഇന്ത്യ വിരുദ്ധരാണ്. ഷാഹിനെ മാറ്റി നിർത്താം, ഷാഹിനെ പോട്ടെ, നമുക്ക് പറയണ്ട, ഷാഹിനിലേക്ക് പോകണ്ട. കാരണം വേറൊന്നും കൊണ്ടല്ല, ഷാഹിനെ നമുക്ക് പേടിയായതുകൊണ്ടല്ല. നമ്മൾ നോക്കുന്ന ഷാഹിനെയൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നും സാർ ഓർക്കുന്നില്ലേ, കസ്റ്റംസിൽ ഈ മറ്റേ ഇയാളുടെ കേസ്, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥന്മാർ പ്രതികൾക്ക് അനുകൂലമായി നിലപാടെടുത്തു. ശിവശങ്കറിനൊക്കെ അനുകൂലമായിട്ട് അതുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ആ നാഗ്പൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു CPM ബന്ധമൊക്കെ ഉള്ള ഒരാൾ അവരെ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അക്കാലത്തെ റിപ്പോർട്ടുകൾ സ്ഥലം മാറ്റി. അതെ, സ്ഥലമൊക്കെ മാറ്റിയിരുന്നു. അത്തരം ആളുകളൊന്നും ഇത്തരം സേനകളിലൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം എപ്പോഴും ഈ റിസർവ് ബാങ്കിൽ ഞാൻ ഈ ആളുകളെ പേരുമൊക്കെ പറയാനുള്ള കാര്യം, ഉമർ ഖാലിദിനൊക്കെ കൊണ്ടുവരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് ഇന്നലെ ഉമർ ഖാലിദിനെ അനുകൂലിക്കുന്ന ഒരു മീറ്റിങ്ങിൽ പോയി പ്രസംഗിച്ചത് ഞാൻ വായിച്ചിരുന്നു. അതാണ് പെട്ടെന്ന് ആ പേര് ഓർമ്മ വെച്ചത്. ഈ റിസർവ് ബാങ്കിലിരിക്കുന്ന ആളുകൾ അവർ
കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികളെപ്പറ്റി, നിയമങ്ങളെപ്പറ്റി, അതിനെപ്പറ്റിയൊക്കെ സാമാന്യ ബോധം വേണമല്ലോ. ആ സാമാന്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ ആരാണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇവരാരാണെന്നും കൂടി നമ്മൾ പറഞ്ഞത് ഷാഹിനയുടെ കാര്യത്തിൽ. ഷാഹിനെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കാം, കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടാവാം. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ഇനി ഷാഹിനെ വിട്ടാൽ തന്നെ തീവ്രവാദ ബന്ധം ആരോപിച്ച് ജയിലിലൊക്കെ കിടന്ന ഒരാളെ ഈ സോണൽ ഓഫീസിൽ, കല്ലൂരിലെ സോണൽ ഓഫീസ്, റീജിയണൽ ഓഫീസിലേക്ക് ഏതെങ്കിലും ചടങ്ങിന് വിളിക്കുമോ, അധ്യക്ഷത വഹിക്കാൻ? അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരു ഗൂഢാലോചനയുണ്ട്, ഒരു ജിഹാദി രാജ്യവിരുദ്ധ താല്പര്യമുണ്ട്. ക്ഷണിച്ച നാണം, ഒരു ഉളുപ്പില്ലാതെ ഒരു പുരുഷനും സ്ത്രീയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ഇട്ടിട്ട് 2 കോലങ്ങൾ, മനുഷ്യക്കോലങ്ങൾ, രാജ്യദ്രോഹ മനസ്സുള്ളവർ ഷാഹിനെ കേക്ക് മുറിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രം കാണിക്കാം. അതെ, ഇതിൻ്റെ കൂടെ അത് കൊടുക്കുന്നുണ്ട്. ആളുകൾ കാണട്ടെ, ഇവരൊക്കെ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇരിക്കുന്ന ഇവർ ഒന്നാന്തരം ജിഹാദികളുടെ പൃഷ്ഠം താങ്ങുന്ന രാജ്യവിരുദ്ധ മനസ്സുള്ളവരാണെന്ന് ജനം അറിയണം, ലോകം അറിയണം. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ചരിത്ര വിഭാഗത്തിലോ മറ്റൊരു സെമിനാർ ഏതോ വലിയ ഹിസ്റ്റോറിയനായിരുന്ന ഏതോ അയ്യരുടെ സ്മാരകമായിട്ട് നടത്തുന്നൊരു പ്രഭാഷണം ഒരു എഞ്ചിനീയർ നടത്തുന്നു. വിഷയം അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ ഇന്ത്യയിൽ ക്രിസ്തുമതം വളർത്താം, പ്രഭാഷണ വിഷയം. ഇതിൻ്റെ സെമിനാറിൻ്റെ നോട്ടീസും ഒക്കെ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു. ഇത് ഞാൻ സുനിലിനും അയച്ചിരുന്നു. ഈ ഇന്ത്യയിൽ എങ്ങനെ ക്രിസ്തുമതം വളർത്താം, ഇതാണ് വിഷയം. മെസ്സഞ്ചറിലായിരിക്കും സാർ അയച്ചത് അല്ലേ? ഞാൻ ഈ മെസ്സഞ്ചർ നോക്കാറില്ല, വാട്സാപ്പിൽ അയച്ചേ. അപ്പോൾ ഇങ്ങനത്തെ അതും ഒരു അജണ്ടയാണല്ലോ. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ചെന്നൈയിൽ വലിയ വിവാദം ഉണ്ടായിട്ട് ഇന്നലെ വൈകുന്നേരം അത് ക്യാൻസൽ ചെയ്തു ആ പരിപാടി. ഒരു മറ്റേ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം പുറത്തുനിന്ന് ഒരാളെ വിളിക്കുക, ER എന്നൊക്കെ ഉണ്ട്, എഞ്ചിനീയർ ആയിരിക്കുമല്ലോ. അയാൾ വന്ന് ശിവകുമാർ എന്നോ അങ്ങനെ എന്തൊക്കെയോ പേര് അയാളുടെ, ആന്ധ്രയിൽ നിന്നായിരിക്കും. ഈ മറ്റേ പ്രച്ഛന്ന ക്രിസ്ത്യാനികൾ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ അല്ലാത്തത് കൊണ്ട് ഇവിടെ ചാനൽ ചർച്ചയൊന്നും നടന്നില്ല. അത് ഭീകര സംഭവമായിട്ടാണ് എനിക്കും തോന്നിയത്. വലിയൊരാളുടെ പേരിലുള്ള സ്മാരക പ്രഭാഷണം എങ്ങനെ ക്രിസ്തുമതം വളർത്താമെന്ന് ചരിത്ര വിഭാഗത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇത്തരം അജണ്ടകളാണ് നമ്മൾ സംശയിക്കുന്നത്. അല്ല, എൻ്റെ ഒരു അത്ഭുതം, ഈ വാർത്ത പുറത്ത് വന്നിട്ട് ഇപ്പോൾ 1-2 ദിവസമായി. എന്നിട്ട് ഇവിടുത്തെ ഈ ദേശസ്നേഹികളുടെ ദേശീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുണ്ടല്ലോ, സംഘപരിവാർ സംഘടനകളാകട്ടെ അല്ലെങ്കിൽ BJP ആവട്ടെ, ഇതൊന്നും അറിഞ്ഞില്ലേ? അവരെ ഉണ്ടാവുള്ളൂ ചോദ്യം. ബാക്കിയുള്ളവരെല്ലാം കൈയടിക്കും. റിസർവ് ബാങ്കിൽ നമ്മുടെ ജിഹാദ് കയറിയെങ്കിൽ കൊള്ളാം എന്ന് പറയും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ആ റിസർവ് ബാങ്കിൻ്റെ മുന്നിലേക്ക് ആയിരക്കണക്കിന് ദേശാഭിമാനികളായ ആളുകൾ മാർച്ച് നടത്തേണ്ടതാണ്. ഇവര് അറിഞ്ഞിട്ടുണ്ടോ പ്രതികരിക്കാത്തത് എന്താണെന്ന് സുനിൽ ചോദിച്ചില്ലേ? ഈ അവർക്ക് പ്രതികരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ചെന്നൈയിൽ ഇത് റദ്ദാക്കിച്ചില്ലേ? അണ്ണാമലയെ പോലെ നട്ടലുള്ള ആളുകളുള്ള സ്ഥലമാണല്ലോ. ഈ ഷാഹിനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. നേരത്തെ അറിഞ്ഞ് ഇത് റദ്ദാക്കിക്കണമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തും ഇത് ചെയ്യേണ്ടത്. അപ്പം സിന്ധു സൂര്യകുമാർ ഒരു ഊളത്തരം പറഞ്ഞതിന് ഇഷ്ടംപോലെ പ്രതികരണം വന്നു. അവരും മാധ്യമപ്രവർത്തകയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അന്തരീക്ഷം കേരളത്തിലോ ഈ രാജ്യത്തിന് ഉണ്ടാകാൻ പാടില്ല. കാരണം രാജ്യത്തിനെ സ്നേഹിക്കുന്ന ആളുകളാണല്ലോ റിസർവ് ബാങ്കിലും വേണ്ടത്. പുറത്തും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത്. അല്ലെങ്കിൽ എപ്പോഴാണ് പാര വെക്കുന്ന രാജ്യത്തിനെതിരെ രാജ്യദ്രോഹം? എപ്പോഴാണ്? ഇതൊക്കെ രാജ്യദ്രോഹത്തിൻ്റെ ഭാഗം. അതെ, തീർച്ചയായും. റിസർവ് ബാങ്കിൻ്റെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഷാഹിനയുടെ പേര് സജസ്റ്റ് ചെയ്തെടുത്ത് ആരംഭിക്കുന്നു ഗൂഢാലോചന, രാജ്യവിരുദ്ധ. ആ പേര് പറഞ്ഞത് ആരാണ്? ആ പേരുള്ള ആളെ വിളിക്കാമെന്ന് അനുമതി കൊടുത്തതാരാണ്? ക്ഷണിച്ചതാരാണ്? ഈ പരിപാടി സംഘടിപ്പിച്ചതാരാണ്? ഇവരൊക്കെ സമാധാനം പറയണം. ഇവർക്കൊക്കെ എതിരെ നടപടിയെടുക്കണം. ഇവരാരും കൊച്ചിയിലെ റീജിയണൽ ഓഫീസിൽ ഇരിക്കാൻ പാടില്ല. അവരെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. ഈ JNUവിലും ഈ ഗാസയ്ക്ക് അനുകൂലമായിട്ട് പ്രഭാഷണം നടത്താനായിട്ട് ചില എംബസികളിലെ നയതന്ത്രജ്ഞന്മാരെ വിളിച്ച ഒരു സംഭവം കഴിഞ്ഞല്ലോ ഉണ്ടായതോർക്കല്ലേ? അതും റദ്ദാക്കിച്ചു. അപ്പോഴേക്കും ദേശസ്നേഹികൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിസർവ് ബാങ്കിന്റെ കൊച്ചി റീജിയണൽ ഓഫീസിൽ ദേശസ്നേഹമുള്ള ഒരാൾ പോലും ഇല്ല. രാജ്യദ്രോഹികളാണ് മുഴുവൻ പേരും കൊച്ചിയിൽ. അല്ലെങ്കിൽ ഇത് പുറത്തു വരുമായിരുന്നു, ഇത് തടയുമായിരുന്നു. ഏറ്റവും മുകളിലൊരു മാനേജർ കാണുമല്ലോ, മൊത്തം
റീജിയണൽ ഓഫീസോ സോണൽ ഓഫീസോ അതിൻ്റെ മാനേജർ കാണുമല്ലോ, അയാൾക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം JNUവിൽ ഇത് കണ്ടുപിടിച്ച് റദ്ദാക്കിച്ചത് അവർ മറ്റേ ഹിന്ദു ആയതുകൊണ്ട് അതിൻ്റെ വൈസ് ചാൻസലർ കണ്ടിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത് റദ്ദാക്കിച്ചത്. ഈ ഉത്തരവാദിത്വം അതിൻ്റെ ഈ ചീഫ് മാനേജർക്കും അയാൾ ഉൾപ്പെടെ ചെയ്തതായിരിക്കും. ഒരുപക്ഷെ അയാളായിരിക്കും ജിഹാദി. ഏതായാലും റിസർവ് ബാങ്ക് പോലെയുള്ള സ്ഥാപനത്തിൽ രാജ്യവിരുദ്ധ താല്പര്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ മാത്രം ധൈര്യമുള്ള ആളുകൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് RBI. അതെ, കാരണം അതിൻ്റെ അച്ചടി തുടങ്ങിയ എല്ലാ കാര്യം മിന്റ് അല്ലേ, ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് രഹസ്യം സൂക്ഷിക്കേണ്ട സ്ഥാപനമാണ്. മാത്രമല്ല പ്രതിരോധ സ്ഥാപനം പോലെ തന്നെയാണ് പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്ന് ഈ കറൻസി ചെസ്റ്റുകൾ, ഫണ്ടിൻ്റെ ട്രാൻസ്ഫർ, നോട്ടുകൾ എങ്ങോട്ട് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതൊക്കെ വലിയ കണ്ടെയ്നറിലൊക്കെയാണ് പോകുന്നത്. ഇത്തരം രഹസ്യങ്ങളൊക്കെ രഹസ്യ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്ന ഓഫീസാണ്. അതൊക്കെ ഈ ഉദ്യോഗസ്ഥർ ഈ ജിഹാദികൾക്ക് ചോർത്തി കൊടുക്കില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഒരു ഉറപ്പുമില്ല. ഇങ്ങനെ വിളിക്കുന്ന ആളുകൾ ഇവരൊക്കെ ആയിട്ട് നിരന്തര ബന്ധത്തിലുമായിരിക്കും. പച്ച വെളിച്ചമായിട്ടും ബന്ധം, പച്ച വെളിച്ചം തന്നെയാണ്. ഏതായാലും ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതറിയണം. ഈ ഉദ്യോഗസ്ഥരെ ഉചിതമായ നടപടിയെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കുന്നവരെയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ശരിക്കും സംഘടിപ്പിക്കേണ്ടത്. അതിലേക്ക് ആരും വന്നിട്ടില്ല, വരുമായിരിക്കും. കൊച്ചിയിലല്ലെങ്കിൽ ദേശസ്നേഹികൾ, രാഷ്ട്രപ്രതിബദ്ധതയുള്ള ആളുകൾ മരിച്ചുപോയി എന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും ഇത്തരം ആളുകൾ ഈ സോണൽ ഓഫീസിൽ ഉണ്ടാകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.